ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ തലയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു താളി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു താളി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മുടിക്ക് കരുത്തും അതുപോലെ തന്നെ നല്ല കളറും പിന്നെ എന്ന് പറഞ്ഞത് താരനൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു താളി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഈ ഒരു 5 ഇതളുള്ള ചെമ്പരത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെമ്പരത്തി താളി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ചെമ്പരത്തി. അപ്പോൾ പക്ഷേ ഈ ഒരു 5 ഇതളുള്ള ചെമ്പരത്തി നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഈ ഒരു കളറിലുള്ള ഇതാണ് നാടനായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഗുണം ചെയ്യുന്നതും, അത് ഔഷധ ഗുണമുള്ള ചെമ്പരത്തി എന്ന് പറഞ്ഞ ഈ ഒരു ചെമ്പരത്തിയാണ്. എല്ലാ ഇലകൾ യൂസ് ചെയ്താലും താളി കിട്ടും, പക്ഷേ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെമ്പരത്തി മാത്രം യൂസ് ചെയ്താലേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഇലകൾ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ കൊമ്പുകളായിട്ട് ഇങ്ങനെ ലാസ്റ്റിലുള്ള കൊമ്പുകൾ ഉണ്ടാവില്ല, അതിങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എപ്പോഴും നല്ലത് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അവിടെ പുതിയ തണ്ടുകൾ ഉണ്ടായിക്കോളും. എല്ലാം നമ്മൾ ഓരോ ഇലകളാക്കി എടുക്കുമ്പോൾ അങ്ങനെ മരം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇലകളില്ലാത്ത പോലെ ആയി നിൽക്കും. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ തൂമ്പുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിലുണ്ടാവുന്ന പൂവുണ്ടാവുമല്ലോ, ഈ ഒരു 5 ഇതളിൻ്റെ ചെമ്പരത്തി പൂവ്, അതും എടുത്തുകൊണ്ടു. അപ്പോൾ ഇലകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കട്ടെ. എന്താ വെച്ചാൽ പൊടികൾ ഉണ്ടാവും. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ പൊടി പാറിയിട്ടൊക്കെ ഇലകളിലൊക്കെ നിറയെ പൊടി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇലകൾ എടുക്കുക. പിന്നെയെന്ന് പറഞ്ഞത് ഈ ഒരു ടൈമിൽ ഇപ്പോൾ നല്ല ചൂടല്ല, അപ്പോൾ തലക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു താളിയും കൂടിയാണ് ഈ ഒരു ചെമ്പരത്തിയുടെ താളി. അതുപോലെ തന്നെ ഇപ്പോൾ ചെമ്പരത്തിയുടെ മരത്തിൽ പൂവുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 പൂവൊക്കെ ഉണ്ടാവുള്ളൂ. ആ പൂവ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു താളി ഉണ്ടാക്കുമ്പോൾ ഇലയുടെ കൂടെ കൂട്ടിയാൽ ഏറ്റവും ബെസ്റ്റാണ്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൂവ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെമ്പരത്തിൻ്റെ താളി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഉള്ള പൂവും ഈ ഒരു ഇലയും കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താളി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു വലിയ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 6-7 ഇലയൊക്കെ എടുത്താൽ മതിയാവും. അതേപോലെ പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ പൂക്കളും അതിൽ കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തി താളി ഉണ്ടാക്കിയെടുക്കുന്നത് മിക്സി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അമ്മിയിൽ വെച്ചിട്ട് അരച്ചിട്ട് അതേപോലെ തന്നെ ഒരള്ള കല്ലുകൾ ഉണ്ടാവില്ല, അപ്പോൾ തിരുമ്പുന്ന കല്ലുകളൊക്കെ വെച്ചിട്ട് ഒരതിയിട്ടൊക്കെ അതിന് പീഞ്ഞിട്ടൊക്കെ എടുത്തിട്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ താളി ഉണ്ടാക്കിയെടുത്തുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ള മടിയന്മാർക്ക് പറ്റുന്ന പണിയല്ല അതൊന്നും. അതുകൊണ്ട് തന്നെ ഞാനിത് മിക്സിയിൽ അടിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ 1-2 അടിച്ച് എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പരത്തി താളി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അതേപോലെ തന്നെ താരനുണ്ടാവില്ല, താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തൊക്കെ കിട്ടാൻ പറ്റുന്ന നല്ലൊരു താളിയും കൂടെയാണ്. അപ്പോൾ അതായത് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ഒരു ജാറില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് അങ്ങനെ ഇല പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 6-7 ഇല എടുക്കുക കേട്ടോ. നമ്മളെ തലയ്ക്ക് എത്രത്തോളം ആവശ്യമുണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. കൂടുതൽ മുടികളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെമ്പരത്തി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയാണ്, കൂടുതലായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ പോകുമ്പോൾ നമ്മൾ കുറച്ച് വെട്ടിയിട്ട് കൊണ്ടുവരിക വീട്ടിലേക്ക്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലില്ലാണ്ടാവുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ വാടിയ പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കുന്നതിൻ്റെ ഒരു 2-3 മിനിറ്റ് മുമ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോഴേക്ക് ഉഷാറായിട്ട് വന്നോളും. അപ്പോൾ അതാ ഞാൻ ആ ഒരു ചെമ്പരത്തിയുടെ പൂവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 3 കിട്ടിയതുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 3 ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു നെട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനൊക്കെ ഏറെ ഗുണങ്ങളുണ്ട്, നമുക്കറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഗുണങ്ങളുണ്ട് അതിനൊക്കെ. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കൂടുതലൊന്നും വേണ്ട, കുറച്ച് വെള്ളം നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കിട്ടണ്ടേ. എന്നിട്ട് 2-3 മാത്രം അടിച്ചാൽ മതി കേട്ടോ. കൂടുതൽ അടിയാൻ പാടില്ല. എന്താ വെച്ചാൽ കൂടുതലും ഇങ്ങോട്ട് അടിയുമ്പോൾ ചൂടായിട്ട് വരും മിക്സി, അപ്പോൾ ചൂടാകാൻ പാടില്ല ഒരിക്കലും താളി. അപ്പോൾ നമ്മൾ ഒരു 2-3 അടി അടിക്കുമ്പോഴത്തേന് തന്നെ ഇത് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതുപോലൊരു കമ്പിത്തരിപ്പ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തിയുടെ ഇലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ ഒരു പശപ്പ് താഴേക്ക് ഇറങ്ങും. പിന്നെ ഇങ്ങനെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സ്പൂൺ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞത് ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാച്ചിയ എണ്ണ യൂസ് ചെയ്യുക കേട്ടോ. തലയിൽ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണ കാച്ചിയ എണ്ണ ഇടണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു താളി യൂസ് ചെയ്യാൻ പാടുള്ളൂ. താളി യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ എണ്ണ ഇടണം. എണ്ണ ഇടാതെ ഒരിക്കലും താളി യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. എണ്ണ ഒന്നും ഇടാതെ ആകുമ്പോൾ. എണ്ണ ഇട്ടതിന് ശേഷം ഇതുകൊണ്ട് നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ മുടിക്ക് നല്ല സ്മൂത്തും നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പം നമ്മുടെ തലയിലൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും കൂടെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എണ്ണ ഞാൻ പറഞ്ഞല്ലോ കാച്ചിയ എണ്ണ. ആ കാച്ചിയ എണ്ണ ഏകദേശം ഒരു 13-14 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയൊരു കാച്ചിയ എണ്ണ ഉണ്ട്. നല്ല ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും താരനില്ലാണ്ടാവാനും മുടി നല്ല നീളം വെക്കാനൊക്കെ പറ്റുന്നൊരു എണ്ണ കാച്ചിയതും കൂടെയാണ്. അപ്പോൾ ആ ഒരു എണ്ണ കാച്ചി നമ്മൾ തലയിൽ തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ കുറേശ്ശെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആണ് കഴുകി കളഞ്ഞാൽ മതി. നമ്മൾ കുളിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നീരിറക്കമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ കഴുകി കളഞ്ഞാൽ മാത്രം മതി. കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൂടെ കൊടുക്കുന്നത് നല്ലതാട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതാ ലാസ്റ്റ് ആയപ്പോഴേക്ക് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ നോർമലായിട്ട് കൈ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതാ താഴെ കുറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൊഴുപ്പോട് കൂടിയിട്ട് നമ്മൾ തലയിൽ തേക്കുമ്പോഴാണ് തലയിലുള്ള അഴുക്കുകളും എണ്ണകളൊക്കെ നീക്കം ചെയ്യുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ചണ്ടികളൊക്കെ നമ്മൾ ആ ഒരു അരിപ്പയിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള ചണ്ടികളൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. മറ്റേതൊക്കെ നമ്മളെ തലയിൽ കുടുങ്ങും. ഇനിയിപ്പോൾ കുറേശ്ശായിട്ട് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്തതിലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കുളിക്കുന്ന ടൈമിൽ. അതില്ല. അപ്പോൾ നമ്മളെ നല്ല കൊഴുപ്പുള്ള താളി റെഡി ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും താരനില്ലാണ്ടാവാനും മുടിക്ക് നല്ല കരുത്തൊക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നതും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു താളിയും കൂടെയാണ്. എന്താ വെച്ചാൽ മുടിക്ക് നല്ല തണുപ്പ് കിട്ടും. നമുക്ക് ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ടൈമല്ലേ. അപ്പോൾ ആ ചൂടില്ലാണ്ടാവാനൊക്കെ നന്നായിട്ടുള്ള ഒരു താളിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.